കേരളം ഒരുപക്ഷെ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാർത്തയാണ് ഇന്നലെ ഉച്ചയോടെ കേട്ടത്. അസാധാരണമായ വാർത്ത അറബിക്കടലിനോട് ചേർന്ന് ജീവിക്കുന്ന മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തു. അറബിക്കടലിൽ കൊച്ചി തീരത്തേക്ക് പുറപ്പെട്ട ഒരു കപ്പൽ മുങ്ങിയിരിക്കുന്നു. ആശങ്ക പരത്തുന്ന രീതിയിൽ ഏറ്റവും അപകടകരമായ രാസവസ്തു കപ്പലിൽ നിന്ന് ചോർന്നിട്ടുണ്ട് എന്ന വാർത്ത പിന്നാലെ എത്തി. പിന്നീടാണ് വാർത്തകൾ കൂടുതൽ ആഴത്തിൽ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയത്. കോസ്റ്റ് ഗാർഡിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങളും വാർത്താക്കുറിപ്പുകളും പിന്നാലെ എത്തി. അതെ, തിരുവനന്തപുരം വിഴിഞ്ഞം തീരത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ യാത്രാമധ്യേ ചരിഞ്ഞിരിക്കുന്നു. ഇന്ധനവും രാസവസ്തുവും ചോരുകയും ചെയ്തു. MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പലായിരുന്നു മുങ്ങിയത്. ഒരു ദിനരാത്രം നീണ്ട അഹോരാത്ര ശ്രമത്തിനൊടുവിൽ ജീവനക്കാരെയെല്ലാം ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കപ്പലിനെ ഉയർത്തി കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിഫലവുമായി. ക്യാപ്റ്റനെയും 2 ജീവനക്കാരെയും രാവിലെയോടെയാണ് കപ്പലിൽ നിന്നും തീരസംരക്ഷണ സേനയ്ക്ക് മാറ്റാനും സാധിച്ചത്. ഇനി എങ്ങനെയാണ് കപ്പൽ ചരിഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ, അതായത് 70.3 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായിട്ടാണ് കപ്പൽ ചരിഞ്ഞത്. കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുള്ള ഇന്ധനമടക്കം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അതേസമയം തന്നെ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. ഇന്നലെ ഉച്ചയോടെ എത്തിയ ഈ ജാഗ്രതാ നിർദ്ദേശം കേരളമൊട്ടാകെ വലിയ അലർട്ടായി മാറുകയും ചെയ്തു, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ 21 പേരെയും തീരസേനയും നാവികസേനയും ഇന്നലെ രക്ഷപ്പെടുത്തി. ഇവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുമെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 1:25 കപ്പൽ 26 ഡിഗ്രി ചെരിഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത്. കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണെന്നുമുള്ള സന്ദേശം തീരസേനയുടെ രക്ഷാകേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നു. തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടാണ് തീരസേനയുടെ ഡോണിയർ വിമാനവും പട്രോൾ യാനങ്ങളടങ്ങിയ ICGS അർണവേഷും ഈ സ്ഥലത്തേക്ക് പുറപ്പെടുന്നത്. ICGS സക്ഷം എന്നിവയും ഇവരെ അനുഗമിച്ച് പിന്നാലെ എത്തി. നാവികസേനയുടെ പട്രോൾ യാനമായ INS സുജാതയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തു. തുടർന്ന് നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ഈ സ്ഥലത്തേക്ക് പറന്നെത്തി. ഇനി അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പരിശോധിക്കാം. ശക്തമായ കാറ്റിനെ തുടർന്നായിരുന്നു അപകടമെന്ന് കരുതപ്പെടുന്നത്. 20 ഫിലിപ്പൈൻ ജീവനക്കാരും 2 ഉക്രൈൻ പൗരന്മാരും 1 ജോർജിയൻ പൗരനുമായിരുന്നു കപ്പലിൽ ജീവനക്കാരായി ഉണ്ടായിരുന്നത്. ഇന്നലെ 9ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണതോടെ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു. ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതോടെ ആശങ്ക ഇരട്ടിയാവുകയാണ്. ഇതിലെ ടഗ് ബോട്ട് ഉപയോഗിച്ച് കപ്പൽ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം കാലാവസ്ഥ മോശമായതിനാൽ പാളിപ്പോകുന്ന സ്ഥിതിയിലേക്കുമെത്തി. ഈ സാഹചര്യത്തിൽ ഇനി എന്താണെന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്നത്. കപ്പൽ കടലിൽ മുങ്ങുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാരെ മാറ്റിയതെന്ന് തീരസംരക്ഷണ സേന നൽകുന്ന വിവരം. കപ്പൽ നിവർത്താനും കണ്ടെയ്നറുകൾ മാറ്റാനും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ രാവിലെ തന്നെ പുറപ്പെട്ടിരുന്നു. നാവികസേനയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും സ്ഥിതി വഷളായി. മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം വിഫലമാകുന്ന കാഴ്ചയുമെത്തി. ഇന്നലെ കടലിൽ വീണ കണ്ടെയ്നറുകളെല്ലാം കൊല്ലം ആലപ്പുഴ തീരത്തേക്ക് എത്താനാണ് കൂടുതൽ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അതായത് നീണ്ടകര മുതൽ അഴീക്കൽ വരെ അടങ്ങുന്ന സ്ഥലങ്ങളും ആലപ്പുഴയുടെ ബീച്ചിന്റെ സ്ഥലങ്ങളടങ്ങുന്ന ഈ തീരദേശങ്ങളെല്ലാം വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം തീരത്ത് എത്താൻ വിദൂര സാധ്യതയുമുണ്ടെന്ന് കണക്ക് കൂട്ടുന്നത്. അതായത് തീരങ്ങളുടെ പൊഴി മേഖലകളെല്ലാം അതീവ ജാഗ്രതയായിരിക്കണം എന്നാണ് പറയുന്നത്. ഇന്ന് ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കാനുള്ള സാധ്യത ഏകദേശമുണ്ട്. കണ്ടെയ്നറുകളിൽ എന്താണെന്ന വിവരം അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് വലിയ ജാഗ്രത തീരത്തുള്ളവർ പുലർത്തണം. സൾഫർ കലർന്ന ഇന്ധനമാണ് വീണതെന്ന സൂചനയാണ് നൽകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തു നിന്നും പുറപ്പെട്ട ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടപ്പെട്ടതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്നും പിന്നാലെ വാർത്തകളിലൂടെ നമ്മുടെ മലയാള സമൂഹം അറിഞ്ഞു. ഭൂരിഭാഗം ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേരെ കടലിൽ തുടർന്നത് കപ്പൽ നിവർത്താനുള്ള ദൗത്യത്തിന് മുൻകൈയെടുക്കാനായിരുന്നു. പക്ഷേ തീരസേനയും
നേവിയുമൊക്കെ ഇവർക്കൊപ്പം നിന്ന് പരിശ്രമിച്ചെങ്കിലും ഇതിന് ഫലം കണ്ടെത്താനായില്ല. പകരം കടലിലേക്കെടുത്ത് ചാടിയ ജീവനക്കാരെ ചെറിയ ടഗ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ യാനങ്ങളിലേക്കൊക്കെ എത്തി കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായിട്ട് എത്തിച്ചു. ഇതിലൊരു മലയാളിയോ ഇന്ത്യക്കാരായിട്ടുള്ള ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എന്താണ് MLC എൽസ 3 എന്ന കപ്പൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ലൈബീരിയൻ പതാക വഹിക്കുന്ന MLC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കപ്പലിന് ഏകദേശം 184 മീറ്റർ നീളവും 26 മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് MLC എന്നതാണ് കണക്ക്. 400ഓളം കണ്ടെയ്നറുകളുമായിട്ടാണ് കപ്പൽ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് എന്നാണ് വിവരം. ശനിയാഴ്ച വൈകിട്ട് 4:30 കൊച്ചിയിലെത്തേണ്ടിയിരുന്നതായിരുന്നു കപ്പൽ. 1997 നിർമ്മിച്ച കപ്പലാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഇതൊരു വലിയ കപ്പലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനും കഴിയില്ല. കാരണം ഇതൊരു ഫീഡർ കപ്പലാണ്. അതായത് മാതൃകപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലാണിത്. വലിയ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന വലിയ മാതൃകപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഈ ഫീഡർ കപ്പലിലാക്കി ഇത് മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സർവീസ് കപ്പലായിട്ടാണ് MLC എൽസ 3 കണക്കാക്കുന്നത്. ഇനി കടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് കടലിലേക്കുള്ള സൾഫർ അടക്കമുള്ള രാസവസ്തുക്കളും പെട്രോളും ചോർന്നതോടെ കടൽ ജീവികളെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളതും നമുക്ക് നോക്കണം. സൾഫർ ചോർന്നാൽ സ്ഫോടനമടക്കമുള്ള സാധ്യത ഏറെയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കത്തുന്ന കല്ല് എന്നാണ് സൾഫറിനെ പൊതുവെ അറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പോലും സൾഫർ വേർതിരിച്ചെടുക്കുന്ന സംഘങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിലടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും വിശ്വസിക്കപ്പെടും. വലിയ തോതിലുള്ള ഇന്ധന ചോർച്ച കടലിലെ ആവാസ വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്ന സൂചന. കടൽമീനുകൾ ചത്തുപൊങ്ങാനോ കരക്കടിയാനോ കാരണമായേക്കുമെന്നും വിലയിരുത്തലെത്തുന്നു. ഇവ ഭക്ഷിച്ച മത്സ്യങ്ങൾ പ്രശ്നങ്ങളാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് മത്സ്യബന്ധന തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുമ്പോൾ ഇത്തരം മത്സ്യങ്ങളാണ് വലയിൽ കയറുന്നതെങ്കിൽ ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് മുന്നറിയിപ്പും എത്തുന്നു. വരും മണിക്കൂറുകളിൽ കണ്ടെയ്നറുകൾ കരയ്ക്കടുക്കുന്നതോടെ എന്തൊക്കെയാണ് പ്രശ്നഫലങ്ങളെന്നുള്ളത് മാത്രമേ അറിയാനും കഴിയൂ.